ഈ എമ്പുരാന്റെ വിവാദത്തിന് പിന്നാലെ പൃഥ്വിരാജിനെ വേട്ടയാടുകയാണെന്നാണ് പൃഥ്വിരാജിന്റെ അമ്മയായ മല്ലിക സുകുമാരൻ പറയുന്നത്. അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ആരും വരുന്നില്ല. അങ്ങനെ ഒരു വിലാപത്തിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ശ്രീജിത്തെ, ഈ പൃഥ്വിരാജിനെ എന്തിനാണ് വേട്ടയാടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഒരു സിനിമ എടുത്താൽ, ഒരു സിനിമയെക്കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ആ സിനിമയുടെ അടിത്തറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംവിധായകനല്ല. ഒരു സിനിമ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം, ഇതാണ് ആ സിനിമയെ യഥാർത്ഥത്തിൽ സിനിമ എന്താണെന്ന് നിർണ്ണയിക്കുന്നത്. ആ സിനിമയുടെ മൂലകഥ, പിന്നെ അത് തിരക്കഥയാക്കുന്നത്, പിന്നെ അതിൽ ഓരോ കഥാപാത്രവും പറയുന്ന ഡയലോഗുകൾ, ഇത് മൂന്നുമാണ് യഥാർത്ഥത്തിൽ സിനിമ. മനസ്സിലായോ? അതിനകത്ത് നിന്നുകൊണ്ട് അത് ചെയ്തെടുക്കൽ, അതാണ് സംവിധായകൻ. മനസ്സിലായോ? യഥാർത്ഥത്തിൽ സംവിധായകനെ വേട്ടയാടത്തക്ക ഒരു റോളും സംവിധായകന് സിനിമയിലില്ല. സംവിധായകന് സ്വന്തമായിട്ട് ഒന്നും സിനിമയിൽ കൊണ്ടുവരാൻ പറ്റില്ല. സിനിമ ഓടുന്നത് ആ സിനിമ കഥ, തിരക്കഥ, സംഭാഷണം. പക്ഷേ ഈ പൃഥ്വിരാജാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ കഥ തിരുത്തിയിട്ടുണ്ടെന്ന്. അല്ല, അത് ഞാൻ കേട്ടിട്ടില്ല. അതിനെക്കുറിച്ച് പ്രസ്താവന അല്ല, അത് എനിക്കറിയില്ല. അപ്പോൾ ഇനി ഇതങ്ങനെ ആണെങ്കിൽ തന്നെ പൃഥ്വിരാജ് പറയുന്ന രീതിയിൽ തിരുത്താൻ മുരളി ഗോപി ഒരു കാരണവശാലും അനുവദിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിതിനകത്ത് ചർച്ച ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട ആളാണ് മുരളി ഗോപി. മുരളി ഗോപിയുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുരളി ഗോപി ഈ BJPയുടെ വർഗീയതയ്ക്കും CPMൻ്റെ സമഗ്രാധിപത്യത്തിനും എതിരാണ് എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അയാളതിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുമല്ല. അയാൾ ഇപ്പോഴും ഈ മാപ്പ് പറഞ്ഞ ഈ കോറസിൻ്റെ കൂടെ അയാൾ ചേർന്നിട്ടില്ല. മനസ്സിലായോ? അപ്പം അയാളുടെ ഇപ്പം ഈ തിരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അയാളുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഈ സ്ക്രിപ്റ്റ് തിരുത്താൻ അയാൾ അനുവദിക്കും എന്ന് പൃഥ്വിരാജ് പോലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? അപ്പോൾ പൃഥ്വിരാജിനെതിരെയുള്ള ആക്രമണത്തിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇതിനു മുമ്പ് ജനഗണമന എന്ന് പറഞ്ഞൊരു സംഭവം, അതിലും ഈ പറഞ്ഞ പോലെ തീവ്രവാദികളുടെ എന്നൊക്കെ, അവിടെയും ഇയാൾ സംവിധായകൻ മാത്രമാണ്, അവിടെയും തിരക്കഥാകൃത്തുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തിരക്കഥാകൃത്തിനെതിരെയും കഥാകൃത്തിനെതിരെയും എതിർപ്പ് വരാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. RSSന്റെ മുഖപത്രത്തിൽ വരുന്നത് അവർ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗാസ വിഷയം, അതോടൊപ്പം തന്നെ ലക്ഷദ്വീപ് വിഷയം, ഈ ബംഗ്ലാദേശിൽ മൗനം പാലിക്കുന്നു, മുനമ്പത്ത് മൗനം പാലിക്കുന്നു, അങ്ങനെ ഒരു കൂട്ടം സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ശ്രീ, അതൊക്കെ ശരി തന്നെയാണ്. ഞാൻ അതിലേക്ക് വരാം. അതും ചൂണ്ടിക്കാണിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരു സിനിമാ സംവിധായകൻ ഇതിനകത്തൊക്കെ അഭിപ്രായങ്ങൾ പറയണമെന്ന് ഒരാൾക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. ഇപ്പോൾ BJP പിന്തുണയ്ക്കുന്ന എത്രയോ സംവിധായകന്മാരുണ്ട്. അവരിതുപോലുള്ള കാര്യങ്ങളൊന്നും അവർ അഭിപ്രായം പറയാറില്ല. അവരങ്ങനെ അഭിപ്രായം പറയേണ്ട കാര്യവുമില്ല. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താണ് സിനിമ? സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ ഒരു കലാസൃഷ്ടിയാണ്. സിനിമ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല സംഭവ വികാസങ്ങളെയും ആവിഷ്കരിക്കാറുണ്ട്. ഇപ്പം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ സിനിമകൾ വന്നിരിക്കുന്നു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എത്രയോ സംഭവങ്ങളെ എത്രയോ വ്യത്യസ്ത രീതിയിൽ സിനിമകൾ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ പറയാം, ഇപ്പോൾ ഈ സിനിമ ഇത്രയും കൂടുതൽ വിമർശിക്കപ്പെടുമ്പോൾ അടുത്ത കാലത്ത് അടിയന്തരാവസ്ഥയെക്കുറിച്ചൊരു സിനിമ ഇറങ്ങി. അത് BJP അനുകൂലികളാണ് ഇറക്കിയത്. അതിൽ ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാന കഥാപാത്രം. അവരെ അവതരിപ്പിച്ചത് കങ്കണ റൗട്ടായിരുന്നു. ആ സിനിമ ബാൻ ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ സിനിമയ്ക്കെതിരെ വിമർശനം ഉണ്ടായിട്ടില്ല. അപ്പം പൃഥ്വിരാജ് എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളിലും ഇടപെടണം, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ളൂ, ചില രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞതിനകത്ത് എന്ത് യുക്തിയാണുള്ളത്? അയാളൊരു കലാകാരനാണ്. അയാൾക്ക് സ്വന്തമായി ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഈ സിനിമയുടെ തന്നെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും പൃഥ്വിരാജിൻ്റെതായിരുന്നെങ്കിൽ പൃഥ്വിരാജിനെ വിമർശിക്കാം. കാരണം മൂലകഥയും അയാളുടേതാണ്. മനസ്സിലായി? പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ വിമർശിച്ച് ഒരു ഭീതിയുടെ അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുന്നു. ഈ ഭീതിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രശ്നമാണ്. മനസ്സിലായി? ഈ ഭീതിയുടെ അന്തരീക്ഷം യഥാർത്ഥത്തിൽ BJP മാത്രമല്ല ഉണ്ടാക്കുന്നത്. BJP അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ അതിനേക്കാൾ ഭീകരമായി CPM ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഈ മുരളി ഗോപി തന്നെ കഥ, തിരക്കഥ, സംഭാഷണം എഴുതിയ 2016 ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമ. പക്ഷേ ഈ സിനിമ കാണാൻ രാത്രി തന്നെ മുഖ്യമന്ത്രി ഓടി എത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. 2014 CPM വിമർശനപരമായി പറയുമ്പോൾ അത് മുരളി ഗോപി തന്നെ സമ്മതിക്കില്ല. മുരളി ഗോപി പറയുന്ന സ്റ്റാലിനിസത്തെയാണ്
എതിർത്തതെന്നാണ്. മുരളീഗോപി പറയുന്നതാണ് ശരി, കാരണം ആ സ്റ്റാലിനിസ്റ്റാണ് പിണറായി വിജയൻ. അപ്പം എന്തായാലും CPM എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പാർട്ടിയാണ് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ലെഫ്റ്റ് വിമർശിക്കപ്പെട്ടത്. രൂക്ഷമായ ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമായിട്ടായിരുന്നു. അതിനകത്തെ കൈതേരി സഹദേവൻ എന്ന് പറഞ്ഞ കഥാപാത്രം എല്ലാ വൃത്തികേടുകളുടെയും മൂർത്തിമദ്ഭാവമാണ്. അത് പിണറായി വിജയനാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അതിനകത്ത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു സഖാവിനെയാണ് റോയ് ഫിലിപ്പ് നിങ്ങളുടെ റോയ് എബ്രഹാം നിങ്ങളുടെ ഈ മുരളീഗോപി അതിനകത്ത് കൊണ്ടുവന്നത്. മനസ്സിലായി? ആ കഥയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ രോമാഞ്ചം വരുമായിരുന്നു. അത്രയ്ക്ക് ക്രിട്ടിക്കലായിട്ട് CPM-നെ കൊണ്ടുവരികയും അതിൻ്റെ അവസാനത്തെ സീനിൽ ഈ പിണറായി വിജയനെ ഒരുത്തൻ വന്ന് കൊല്ലുകയാണ്. അത് ചോദിക്കണം. അപ്പം അതിനകത്ത് അവർ കാണിച്ചൊരു ധൈര്യമുണ്ടല്ലോ. കേരളം പോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, 35,000 ബ്രാഞ്ചുകളുള്ളൊരു പാർട്ടിയാണ് CPM. മനസ്സിലായില്ലേ? കേരളത്തിലെ തൂണിലും തുരുമ്പിലും ഈ നിങ്ങളുടെ ഓഫീസിലെ ഭിത്തിക്കകത്ത് പോലും ചിലപ്പോൾ CPM കാണും. കോടതിയിലുണ്ട്, സ്കൂളിലുണ്ട്, കോളേജിലുണ്ട്, ജയിലിലുണ്ട്, എല്ലായിടത്തും ഉള്ള ഒരു ഓംനിപൊട്ടൻ സാധനമാണ് CPM. മനസ്സിലായില്ലേ? അവർ വിതുരയിലുണ്ടാവും, അവർ മറ്റേ ആദിവാസിക്ക് എല്ലായിടത്തും CPM ഉണ്ട്. ആ CPM-നെ ഇത്ര ഭീകരമായി അതിൻ്റെ ജീർണതയെ വിമർശിച്ച ലെഫ്റ്റ് പോലൊരു പടം കേരളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. ഞാൻ ഇന്നലെ കുറേ സാധനങ്ങൾ അതിൻ്റെ അടുത്ത് നോക്കി. അതിഭീകരമാണ്. എന്നെയൊക്കെ ഇത്രയും കൂടുതൽ മാനസികമായി ബാധിച്ചൊരു പടം. യഥാർത്ഥത്തിൽ ആ പടത്തിൽ ഞാനൊരു ക്യാരക്ടറാണെന്നും പറഞ്ഞു വരെ വളരെ ലേഖനങ്ങളുണ്ടായിരുന്നു. അതിലൊരു മാസികയുടെ എഡിറ്ററെ കൊല്ലുന്നുണ്ട്, അത് ഞാനാണെന്നും പറഞ്ഞ് അന്ന് ലേഖനം. എനിക്കന്ന് ഭയങ്കര മെൻ്റൽ ട്രോമ ഞാൻ അനുഭവിച്ചത് കണ്ടപ്പോൾ. കാരണം വെച്ചാൽ ഇതിനകത്ത് എന്താണോ കാണുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം എന്താണെന്നറിയാം ശ്രീധർ. ഇപ്പോഴാണ് നമ്മൾ CPM-ൻ്റെ ജീർണത എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഈ പടം ഇറങ്ങിയത് 10 വർഷം മുമ്പാണ്. മനസ്സിലാവും? അപ്പോൾ അന്ന് അങ്ങനത്തെ ഒരു ആ സിനിമയോട് CPM എന്താ കാണിച്ചത്? അന്ന് യൂട്യൂബിൽ ഇതൊന്നും അത്ര കാര്യമായിട്ടില്ല. അത് മലബാറിലൊന്നും അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. ഒരു തിയേറ്റർ ഉടമകളും എടുത്തില്ല. കാരണം എല്ലാ തിയേറ്റർ ഉടമകളെയും പിടിച്ച് വരട്ടി. മനസ്സിലാവും? അപ്പോൾ അങ്ങനൊരു ഭീതിയുടെ ഒരു കാലഘട്ടമുണ്ടായി. അതിനുശേഷം TP ചന്ദ്രശേഖരൻ വധത്തെക്കുറിച്ച് TP എന്ന് പറഞ്ഞിട്ട് 51 വെട്ട് കാണിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇപ്പം ഈ എമ്പുരാൻ ഭീതിയുടെ കാലാവസ്ഥ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് കാണാൻ ഓടിപ്പോകുന്ന പിണറായി വിജയനാണ് കേരളത്തിൽ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഭീതി വിതച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ പിണറായി വിജയന് എമ്പുരാനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു യോഗ്യതയിൽ. പക്ഷേ സാധാരണ ജനങ്ങളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് BJP വിതയ്ക്കുന്ന ഭയം, ഒരു വശത്ത് CPM വിതയ്ക്കുന്ന ഭയം, ഇത് രണ്ടും കൊണ്ട് കലാരംഗമാകപ്പാടെ ഈ പറഞ്ഞ പോലെ കാസ്റ്റിഗേറ്റ് ചെയ്യപ്പെടുക. മനസ്സിലായി? കലാസൃഷ്ടിയായിട്ട് ഇനി ഒന്നും നമുക്ക് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഗോദ്ര തന്നെ കാണിച്ചു, അതൊരു കലാസൃഷ്ടിയാണ്. മനസ്സിലായോ? ആ കലാസൃഷ്ടി നിങ്ങൾക്ക് അതിനോട് എതിർപ്പുണ്ടെങ്കിൽ അതിന് സെൻസർ ബോർഡ് ഉണ്ടായിരുന്നു. സെൻസർ ബോർഡിലൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മനസ്സിലായോ? അപ്പം നിങ്ങൾ ഭീതിയുടെ ഒരു കാലാവസ്ഥ ഉണ്ടാക്കുന്നത് അത് ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മനസ്സിലായോ? അതിനകത്ത് ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെങ്കിൽ ആ തെറ്റായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് അതിന് വേണ്ട മാറ്റങ്ങൾ നിങ്ങൾ വരുത്തണമായിരുന്നു. മനസ്സിലായി? അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ പടം കൂടുതൽ ആളുകൾ കാണുന്നു, ഈ പടം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതല്ലാതെ വേറെ എന്താണ് അതിനകത്ത് സംഭവിക്കുന്നത്? പക്ഷേ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഭാവി അഭിനയ ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ശ്രീത്ത്, ഞാനൊരു കാര്യം ഞാൻ പറയാം. ഞാനത് നേരത്തെ വിജയനാഥനോട് ഞാൻ പറഞ്ഞു. മോഹൻലാലിൻ്റെ നടനാണ്, അതുല്യ നടനാണ്. പക്ഷേ അതിനേക്കാൾ വലിയ കച്ചവടക്കാരനാണ് മോഹൻലാൽ. മോഹൻലാലാണ് കേരളത്തിലെ മലയാള സിനിമയെ ഒരു കച്ചവടമാക്കി അധപ്പതിച്ചതിൽ 98% പങ്കും മോഹൻലാലിനാവുള്ളത്. മോഹൻലാലിൻ്റെ ആശീർവാദ് സിനിമ. മനസ്സിലായില്ലേ? മോഹൻലാൽ നല്ല റോളുകൾ മോഹൻലാൽ ആശീർവാദ സിനിമയിൽ മാത്രമേ അഭിനയിക്കുള്ളൂ. മോഹൻലാൽ കഴിഞ്ഞ 10 വർഷം എടുത്ത പടങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കൂ. 95% 30-35 സിനിമകൾ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്ന ആശീർവാദം. ഇത് ശരിക്കും ഇന്ത്യയിൽ നിലനിൽക്കുന്ന കോമ്പറ്റീഷൻ നിയമത്തിന് തന്നെ എതിരാണ്. കാരണം ഒരു നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടൻ ഇന്ന കമ്പനിയിൽ മാത്രമേ അഭിനയിക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അത് കോമ്പറ്റീഷൻ ആക്ടിനെതിരാണ്. അയാൾ കഴിഞ്ഞ 10 വർഷത്തിൽ അഭിനയിച്ച 30 സിനിമകളും അയാളുടെ കമ്പനി മാത്രമാണ്. ആശീർവാദ സിനിമ, അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ പ്രീ പ്രോസസ്സിങ്, അതിൻ്റെ സിനിമാ ഫോട്ടോകൾ അതിൽ അഭിനയിക്കുകയുള്ളൂ. അങ്ങനെ അത് നിയമത്തിന് തന്നെ എതിരാണ്. അപ്പോൾ ഇയാൾ സിനിമാ രംഗത്തെ മൊത്തം കച്ചവടവൽക്കരിക്കുകയാണ് ചെയ്തത്. കച്ചവടം. ഇപ്പോൾ ഈ സിനിമയുടെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ എന്താ പുറത്തു വരുന്ന വിവരം? ഇയാൾ സ്ക്രിപ്റ്റ് വായിച്ചില്ല. എന്ത് റിപ്പോർട്ടറാണ് ഇയാൾ നായകനായി അഭിനയിക്കുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ലെന്ന് മാത്രമല്ല സിനിമ ഇയാൾ കണ്ടിട്ടുമില്ലെന്ന്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത്, ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ അടുത്ത കാലത്ത് ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് താഴ്വാരം എന്ന് പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് സിനിമകളിലൊന്നാണല്ലോ മോഹൻ, അയാൾ കണ്ടിട്ടില്ല. അയാളിപ്പം ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കണ്ട കാണുന്നത്. അപ്പോൾ അത്രയ്ക്കൊരു പൊട്ടനായിട്ടുള്ള ഒരു കച്ചവടക്കാരനാണ് ഇയാൾ. പക്ഷേ നിങ്ങൾ മമ്മൂട്ടി നോക്കൂ,
മമ്മൂട്ടി അതിൻ്റെ അവസാനം വരെ വായിച്ചും മനസ്സിലാക്കി മണിക്കൂറുകളോളം ചർച്ച ചെയ്തിട്ട് അയാൾ സിനിമയിൽ അഭിനയിക്കുള്ളൂ. മനസ്സിലായി? അപ്പം ഇതാണ് ഇയാളുടെ അവസ്ഥ. മനസ്സിലായി? ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും BJP RSS ഒന്നും മോഹൻലാലിനില്ല. മോഹൻലാലിൻ്റെ DNA കച്ചവടമാണ്, ബിസിനസ്സാണ്. മനസ്സിലായി? അപ്പം അങ്ങനെ വരുമ്പോൾ മോഹൻലാൽ പറഞ്ഞു, ഞാൻ പലരും എൻ്റെ സിനിമ കാണുന്ന പലരും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയെ വിജയിപ്പിച്ചവർ അവരല്ലേ ബഹുഭൂരിപക്ഷം, അവരല്ലേ ഈ സിനിമ വിജയിപ്പിച്ചവർ. അപ്പോൾ അവരെ മോഹൻലാൽ വഞ്ചിച്ചില്ലേ? അപ്പം യഥാർത്ഥത്തിലുണ്ടല്ലോ കലാകാരൻ എന്നുള്ള നിലയിലുള്ള മോഹൻലാൽ മരിച്ചു ഈ സിനിമയോടുകൂടി. ഇനി മോഹൻലാൽ കലാകാരൻ എന്ന് പറഞ്ഞ ഒരു മോഹൻലാൽ ഇനിയില്ല. ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ വലിയൊരു വിഭാഗം വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേജർ രവി ഉൾപ്പെടെയുള്ളവർ വെള്ളപൂശാനായി ഇറങ്ങിയിട്ടുണ്ട്. അല്ല ശ്രീജിത്ത്, ഇതിനകത്തുള്ള പ്രശ്നം നമ്മൾ മേജർ രവി എന്നൊക്കെ പറയുമ്പോൾ മേജർ രവി ആരാണെന്നും മേജർ രവി എന്താണെന്നും ഒക്കെ പൊതുസമൂഹത്തിന് അറിയാം. മേജർ രവി ഇറങ്ങുന്നത് കൊണ്ട് പ്ലസ്സാണോ മൈനസാണോ? മേജർ രവി എന്താ വന്ന് പറഞ്ഞത്? അയാൾ മാപ്പ് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. എന്തൊരു അബ്സർഡിറ്റി എന്നല്ല ചോദിക്കുക. മനസ്സിലായി? അപ്പോൾ യഥാർത്ഥത്തിൽ മോഹൻലാലിൻ്റെ സിനിമയെ വിജയിച്ച ബഹുഭൂരിപക്ഷം മോഹൻലാലിൻ്റെ ആരാധകരെ മോഹൻലാൽ വഞ്ചിച്ചു. എന്നിട്ടൊരു ചെറു ന്യൂനപക്ഷത്തിൻ്റെ ഈ ഭീഷണിക്ക് മോഹൻലാൽ വഴങ്ങി. അപ്പോൾ പിന്നെ മോഹൻലാലിന് കലാകാരൻ എന്നുള്ളതിൽ എന്താണ് പ്രസക്തി? മോഹൻലാൽ ഇനി കലാകാരൻ എന്നുള്ള മോഹൻലാലിന് മലയാള സിനിമയിൽ ഇല്ല. മനസ്സിലായി? പിന്നെ ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, കള്ളപ്പണം ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു മേഖല നിർഭാഗ്യവശാൽ പിന്നെ മലയാള സിനിമയാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഈ വിക്കിപീഡിയയിൽ നിങ്ങൾ ഈ ഫിലിമോഗ്രഫി നിങ്ങൾ പറഞ്ഞൊരു സെക്ഷനുണ്ട്. എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം ഇറങ്ങിയ മുഴുവൻ സിനിമകളുടെ ലിസ്റ്റ് അതിനകത്ത് കാണാം. ആ ലിസ്റ്റ് നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു വർഷം ഒരു ശരാശരി 250 സിനിമ ഇറങ്ങുന്നതായിട്ട് കാണാം. പക്ഷേ അതിലൊരു 150 സിനിമയുടെയും പേരും ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഞാനത് പലപ്പോഴും പഠിക്കാൻ വേണ്ടി എടുത്ത് നോക്കിയിട്ടുണ്ട്. ഒരു 100 സിനിമയുടെയെങ്കിലും നിങ്ങൾ പേര്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ഈ സിനിമ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചിലവെഴുതി വയ്ക്കും. 5 കോടി 10 കോടി 15 കോടി 20 കോടി 50 കോടി. അത് മുഴുവൻ അങ്ങ് വെയിറ്റാണ്. അപ്പോൾ ഇതാണ് മലയാള സിനിമ രംഗത്ത് നടക്കുന്നത്. മനസ്സിലായോ? ഇതാണ് ഇപ്പോൾ ഗോകുലം ഗോപാലിന് എങ്ങനെ മാപ്പുറയായിരിക്കാൻ പറ്റും? ഗോകുലം ഗോപാലിന് 25,000 കോടി രൂപയുടെ സ്വത്താണ് അയാൾക്കുള്ളത്. അയാൾ പുറത്ത് പിന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് 7,000 കോടിയാണ്. അയാളുടെ വരുമാനം 30,000 കോടിയാണ്. ഏറ്റവും വലിയ കള്ളപ്പണത്തിൻ്റെ ആളാണ് അയാൾ. 10-30 സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സിനിമയാണ് വിജയിച്ചത്. ശ്രീത്ത് എന്താണ് മഞ്ഞുമൽ ബോയ്സ്. മനസ്സിലായി? അപ്പോൾ അയാളെയൊക്കെ ഈ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു. അത് ആന്റണി പെരുമ്പാവൂർ ഷെയർ ചെയ്തു, പൃഥ്വിരാജ് ഷെയർ ചെയ്തു. ഇപ്പോൾ മാധ്യമങ്ങൾ പുറകെ കൂടിയിരിക്കുന്നത് മുരളി ഗോപിയുടെ പുറകെയാണ്. അദ്ദേഹം മാപ്പ് പറയുന്നില്ല. അദ്ദേഹം മാപ്പ് പറയാനുള്ള സാധ്യതയുണ്ടോ? അദ്ദേഹം മാപ്പ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണം അയാളുടേതാണ്. അയാൾ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞ മുഴുവൻ വിഴുങ്ങിയില്ലേ? സംവിധായകന് മാപ്പ് പറയാൻ പ്രശ്നമില്ല. കാരണം നിങ്ങളുടെ കഥ ഞാൻ സംവിധാനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ എൻ്റെ കഥ നിങ്ങൾ സംവിധാനം ചെയ്യുകയാണ്. അതിനകത്ത് നിങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല. ചെറിയ ചില മാറ്റങ്ങൾ വേണമെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാം. ചെറിയ ചില മാറ്റങ്ങൾ ഞാൻ നിങ്ങളോട് ചിലപ്പോൾ. അതിനപ്പുറത്ത് മൂലകഥയും സംഭാഷണവും തിരക്കഥയൊന്നും മാറുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി ഇത് ചെയ്ത ആൾ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സിനിമയുടെ തിരക്കഥയും കഥയും ഇന്ന് അയാൾ പിന്മാറുന്നതിന് തുല്യമാണ്. ഒന്നാണ്. രണ്ട്, ഞാൻ ഇതുവരെ മനസ്സിലാക്കിയെടുത്തോളം, നാളത്തെ കാര്യം എനിക്കറിയില്ല, ഇതുവരെ മനസ്സിലാക്കിയെടുത്തോളം അയാൾ ഇച്ഛാശക്തിയുള്ള ഒരാളാണ്. അതിൽ ഇച്ഛാശക്തി ഉള്ള ആളാണെന്ന് ഞാൻ കാണുന്നത് 10 വർഷം മുമ്പ് അയാൾ ചെയ്ത ലെഫ്റ്റ് വെച്ചിട്ടാണ്. കാരണം എന്നെപ്പോലത്തെ CPM വിമതന്മാർ CPMനെ എതിർക്കുന്ന പോലല്ല, CPMനെ എതിർത്തുകൊണ്ട് ഒരാളൊരു ഫുൾ ഫ്ലെഡ്ജ് സിനിമ ഇറക്കുന്നത് ചെറിയ കാര്യമല്ല. അല്ല, അന്നത്തെ സിനിമയ്ക്ക് കത്രിക വയ്ക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കത്രിക വയ്ക്കേണ്ടി വന്നു. കാലം മാറിയിട്ടുണ്ടോ? അല്ല, അത് മാറി എന്നുള്ളത് ഉറപ്പാണല്ലോ. അത് മാറി എന്നുള്ളതിൻ്റെ കാരണം എന്താണ്? അന്ന് കത്രിക വെക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് CPM സംസാരിച്ചിട്ട് പോലുമില്ല. ഇന്നിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇന്ന് പിന്നെ കത്രിക വെക്കണം എന്ന് പറയുന്നു. കത്രിക വെക്കണമെന്ന് പറയുമ്പോൾ ഇത് ചെയ്തവർ അത് വിശ്വസ്ത വിനീത വിധേയരായിട്ട് ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഗോകുലം ഗോപാലിന് ഞാൻ എഡിറ്റ് ചെയ്യില്ലെന്ന് പറയാൻ പറ്റുമോ? BJP ഗവൺമെൻറ് ആ പൊക്കിയെടുത്ത് അകത്താക്കും. കാരണം ഗോകുലം ഗോപാൽ അതുപോലെ കള്ളപ്പണം ഈ അനധികൃത ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. മോഹൻലാലിനും ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കാനുണ്ട്. മോഹൻലാൽ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ ശ്രീധർ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അയാൾ അഭിനയിച്ച 2 സിനിമകൾ ഒഴിച്ച് ബാക്കി എല്ലാം പൊളിഞ്ഞില്ലേ? ലൂസിഫറും ദൃശ്യം ഒഴിച്ച് അല്ലേ? ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്നിട്ടും അയാൾ അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീത്ത് ഒരു സിനിമ നടനായി. ശ്രീത്ത് അഭിനയിച്ച 5-10 പടം പൊട്ടിക്കഴിഞ്ഞാൽ ശ്രീത്തിന് പിന്നെ അടുപ്പിക്കുമായിരുന്നു. അപ്പോൾ അയാളെ അടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ വഴി വേറെന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇടപാടുകൾ നടക്കുന്നുണ്ട്. ആ ഇടപാടുകൾ നടക്കുന്നതുകൊണ്ടാണ് അയാൾ ഇതിനകത്ത് നിൽക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ പറയായിരുന്നു, ഞാൻ തന്നെ 1 മാസം മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട്.
അതിനകത്ത് ഞാൻ പറഞ്ഞത് മോഹൻലാൽ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്നത് വക്കം പുരുഷോത്തമൻ്റെ കള്ളപ്പണാണെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തു. ഈ മോഹൻലാൽ മറ്റേ ആൻ്റണി പെരുമ്പാവൂരിനെ കാർ ഡ്രൈവറായി കണ്ടുപിടിച്ച് അതൊരു ഫീൽ ഗുഡ് സ്റ്റോറിയാണെന്നും വക്കം പുരുഷോത്തമൻ ഉണ്ടാക്കിയ കള്ളപ്പണമാണ് മോഹൻലാൽ സിനിമയിലേക്ക് കൊണ്ടുവരുന്നു പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ട് 1 മാസം 1.5 മാസമായി. എനിക്കെതിരെ ഒരു കേസില്ല. മനസ്സിലായില്ലേ? അപ്പം ഇവർക്കൊക്കെ ഒരുപാട് മറയ്ക്കാനുള്ളത് കൊണ്ട് ഇവർ മാപ്പ് പറയും. ആന്റണി റോൾ എന്താണ് ഇതിൽ? അല്ല, ആൻ്റണി പെരുമ്പാവൂർ ഇയാളുടെ ബിനാമിയാണെന്ന് പറഞ്ഞ് 2 വർഷം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് 3 ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട്. ആരാണ് ആൻ്റണി പെരുമ്പാവൂർ? ഞാൻ പറഞ്ഞു ഈ സിനിമയിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ആൻ്റണി പെരുമ്പാവൂർ ഒരു മരപ്പൊട്ടനെ അവൻ അഭിനയത്തിൻ്റെ ABCD അറിയാവും. അവനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയാണ്. അവനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവൻ കോടീശ്വരനാണ്, അവൻ ഇവൻ്റെ ബിനാമിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവൻ ആ സിനിമയിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ മകനും ഉണ്ടെന്നാണോ പറയുന്നത്? ആണോ? മകനുണ്ടോ? മകനുണ്ട്. ആ, ഉണ്ടാവും സ്വാഭാവികം. അപ്പം അതാണ് നടക്കുന്നത്. സിനിമയല്ല, കോടീശ്വരനായതുകൊണ്ട് അവനൊരു റോള് വേണം. അവൻ അവിടെ നിന്ന് പൊട്ടത്തരം കാണിക്കുന്നു, അത് കാശ് കൊടുത്ത് നമ്മൾ പോയി കാണും. അപ്പോൾ ആ നിലയിൽ കച്ചവടക്കാരനാണ് മോഹൻലാൽ. മോഹൻലാലിന് മാപ്പ് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ മാപ്പ് പറഞ്ഞപ്പോൾ മോഹൻലാൽ ഈസ് ക്ലിനിക്കലി ഡെഡ്. അത് ആളുകൾ മരിക്കുമ്പം ജീവനുണ്ടെന്ന് പറയാം കേട്ടോ, പക്ഷെ മരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞില്ല. എന്ന് പറഞ്ഞ പോലെ മോഹൻലാൽ കലാകാരൻ എന്നുള്ളതിൽ മരിച്ചു. പിന്നെ മോഹൻലാലിനെ നമുക്കിങ്ങനെ കാണാം എന്ന് മാത്രം. ഇനി ആ സിനിമയിൽ തന്നെ ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയും. മോഹൻലാൽ എവിടെയുണ്ട് ആ സിനിമയിൽ? മോഹൻലാൽ ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് പോലെ എനിക്ക് തോന്നിയത്. എൻ്റെ റിവ്യൂവിൽ ഞാനത് പറഞ്ഞു. 10, 15, 20 സീനിലുണ്ട്. എന്നിട്ട് വന്നിട്ട് ഡയലോഗ് പറയുന്നു. എന്തെങ്കിലും വികാരം ഉണ്ടോ അയാളുടെ മുഖത്ത്? വികാരം ഉണ്ടാവാൻ പറ്റില്ല. എന്താ കാരണം എന്നറിയാമോ? അയാൾക്ക് 70 വയസ്സായി, അയാളുടെ മുഖത്തെ പേശികളൊന്നും അനങ്ങില്ല, വികാരം ഉണ്ടാവില്ല. മനസ്സിലായി? ഇതാണ്. അതുകൊണ്ട് മോഹൻലാൽ മരിച്ചു. മോഹൻലാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വയമേ തന്നെ ഞാൻ ഈ പണി അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ മോഹൻലാൽ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.